ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. എനിക്ക് സ്റ്റാഫുകളുടെ റിട്ടൻഷൻ വളരെ കുറവാണ്. മീൻസ് ഒരു 8 months 9 months ഒക്കെ നിന്ന് ലീവ് ചെയ്ത് പോകുന്നൊരു ആണ് കൂടുതൽ വരുന്നത്. അപ്പൊ അതിനെങ്ങനെ നിങ്ങൾ ബിസിനസ് ആണോ റൺ ചെയ്യുന്നത്? സ്റ്റാഫ് യു ആർ റണ്ണിങ് എ ബിസിനസ്. ഓക്കെ ഗ്രേറ്റ്. ഓക്കെ യാ ടെൽ മീ. അത് കൂടുതലും വരുന്നത് ലേബർ കാറ്റഗറിയിലാണ്. മറ്റുള്ള അഡ്മിനിലോ അല്ലെങ്കിൽ അക്കൗണ്ട്സോ അങ്ങനെയൊന്നും അങ്ങനെ കുഴപ്പമില്ല. ഓക്കെ. ടെക്നിക്കൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അങ്ങനെ കൂടുതൽ റിമൂവ് ആയി പോകുന്നത്. കാരണം ഞാൻ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് നമ്മള് സെർട്ടൻ വർക്ക്സിന് നമ്മള് KPI സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ് അനലൈസ് ചെയ്യുമ്പോഴാണ് അങ്ങനെ സംഭവിക്കും തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് ഡൗട്ട് ഉള്ളത് വെച്ച് കഴിഞ്ഞാല് ഇത്തരം ലേബർ കാറ്റഗറി ടെക്നിക്കൽ വർക്ക് ഉള്ളവർക്കും KPIയുടെ ആവശ്യമുണ്ടോ, അതല്ല മാനേജറിയും ആളുകൾക്ക് മാത്രം മതിയോ എന്നാണ് ചോദ്യം. ഓക്കെ ഗ്രേറ്റ്. ഇപ്പം എനിക്ക് മനസ്സിലായത് നിങ്ങളൊരു ബിസിനസ് റൺ ചെയ്ത് നിങ്ങൾ പേര് പറയണ്ട, നിങ്ങൾ എന്ത് ബിസിനസ് ഒന്ന് പറയണ്ട. ഓക്കെ, ബിക്കോസ് ഐ എം റെക്കോർഡിംഗ് ദിസ്. സോ നമ്പർ 1, യു ആർ റണ്ണിങ് എ ബിസിനസ് ആൻഡ് അവിടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച്, പല ആൾക്കാർക്കുള്ള ഒരു ചാലഞ്ചാണ്. അതിലൊരു ചാലഞ്ചാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ ലേബർ ലെവലിലുള്ള അല്ലെങ്കിൽ ബ്ലൂ കോളർ സ്റ്റാഫ് മെമ്പേഴ്സ് കൂടുതലും റിസൈൻ ചെയ്ത് പോവാണ്. ഇസ് ദാറ്റ് കറക്റ്റ്? ഓക്കെ. അത് റിട്ടൻഷൻ ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറയും, റിട്ടൻഷൻ ഓഫ് സ്റ്റാഫ് മെമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇന്റേണൽ കസ്റ്റമേഴ്സ്. ഇപ്പോൾ നിങ്ങൾ മറ്റൊരു ചോദ്യം വെച്ചാൽ, നിങ്ങൾ KPI സെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ബ്ലൂ കോളർ ജോബ് ഉള്ളവർക്ക് KPI വേണോ വേണ്ടെന്നുള്ള അല്ലേ? ഓക്കെ, അപ്പോൾ 2 ചോദ്യങ്ങൾ അവിടെ. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിന് അഡ്രസ് ചെയ്യാം. ഓക്കെ, എപ്പോഴാണ് ഈ ആൾക്കാർ അല്ലെങ്കിൽ സ്റ്റാഫ് മെമ്പേഴ്സ് കൊഴിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ വിട്ടു പോകുന്നത്? വാട്ട് ടൈം ഡു ദേ ഡു ഇറ്റ് നോർമലി? എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് അവർക്കും നമ്മൾ KPI സെറ്റ് ചെയ്തത് കാരണം നമ്മൾ റിവ്യൂ മീറ്റിംഗ്സ് ഇപ്പൊ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി സാലറി എടുക്കുന്ന സമയത്ത് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഏരിയസ് അല്ലെങ്കിൽ പോലും നമ്മൾ അവർക്ക് ട്രെയിനിങ്സ് കൊടുക്കാൻ മറ്റൊരു ശ്രമിക്കാറുണ്ട്. ചിലവർക്ക് അത് ഇന്റൻസിറ്റി താല്പര്യമില്ല. അതായത് ഈ ടെക്നിക്കൽ വർക്ക് ചെയ്യുന്ന ലേബർ കാറ്റഗറി ആളുകൾക്ക് അവർ പഠിക്കുന്ന, അതായത് ചെയ്യുന്ന കാര്യത്തിൽ തുടർന്ന് ചെയ്യാൻ ഓക്കെയാണ്. അതല്ലാതെ നമ്മൾ എന്തെങ്കിലും അഡീഷണൽ പറയുമ്പോൾ അല്ലെങ്കിൽ അഡീഷണൽ പ്രസന്റേഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അത് ഇന്റൻഷൻ വളരെ കുറവായി ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവരെങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ ഭാഗത്ത് അവർക്കെല്ലാം വെറുതെ കൊണ്ടുവരുന്നത് എന്റെയിലേക്ക് തന്നെയാണ്. അപ്പൊ KPI ഉള്ളത് കൊണ്ടാണോ ഞാൻ അവരെ വീണ്ടും ഇങ്ങനെ ഓരോ വീക്കിലി ആയാലും മന്ത്ലി ആയാലും ഇംപ്രൂവേഷന് വേണ്ടി ശ്രമിക്കുന്നതുകൊണ്ടാണോ എന്നൊരു ഡൗട്ടാണ്. അപ്പൊ എന്റെ ഭാഗത്തുള്ള തെറ്റാണോ എന്നുകൂടി അറിയാനാണ്. കാരണം ഞാൻ വേറെ എവിടെയും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എനിക്കില്ല. ഞാൻ നേരെ ബിസിനസ്സിലോട്ട് വന്ന ഒരാളാണ്. No problem. That's good. Okay, that's good. കാരണം നിങ്ങളെ പോലത്തെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ടാവും ഇവിടെ, those who have directly gone to business. Number 1, നമ്മൾ കുറച്ച് ടൈം എടുക്കും. പെർഫോമൻസ് കാണുന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഒരാഴ്ചയിൽ ഒരു മാസത്തിൽ ചിലപ്പോൾ നമുക്ക് ഒരാളുടെ പ്രൊഡക്ടിവിറ്റിയോ പെർഫോമൻസ് കാണാൻ പറ്റില്ല. അപ്പം എല്ലാ ആഴ്ചയും എല്ലാ മാസം ഇങ്ങനെ നിങ്ങൾ പെർഫോമൻസും റിവ്യൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ശല്യമായിട്ട് മാറിയിട്ട് ചിലപ്പോൾ പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് മനസ്സിലാക്കണം. സോ യു ഹാവ് ടു ഗിവ് ദം എ ബ്രീതിങ് ടൈം. സാധാരണ നമ്മൾ KPI സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർഫോമൻസ് ടൈം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 3 മാസമാണ്. ഓക്കെ, 3 മാസമാണ് പെർഫോമൻസ് ടൈം കൊടുക്കുക ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്പർ 2, ഇത് എത്ര % ഓഫ് പീപ്പിൾ ആണ് നിങ്ങൾ ലീവ് ചെയ്ത് പോകുന്നത്? എനിക്ക് ഒരു മോർ ദാൻ ഒരു 5 months 6 months കൂടുമ്പോ എനിക്ക് 1-2 പേര് ആളുകൾ അല്ല, പെർസെന്റേജ് ഞാൻ ചോദിച്ചത്. ഒരു 20 to 30-40% ആൾക്കാർ ലീവ് ചെയ്ത് പോണ്ട്. അത് ഒറ്റ അടിക്കല്ല, അതെ. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വരില്ല. ഇവിടെ ഇന്ത്യയിലാണോ ഫോറിനിലാണോ അത് മാത്രം പറഞ്ഞു. അത് എവിടെയെന്ന് പറയുന്നത്? ഇന്ത്യയിലാണ്. അപ്പൊ നിങ്ങൾ അവരെ റിക്രൂട്ട് ചെയ്യാൻ, അവരെ ഓൺ ബോർഡ് ചെയ്യാൻ, അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ, അത് കൂടാതെ അവരെ സെറ്റ് ചെയ്യാൻ എല്ലാത്തിനും നിങ്ങൾക്ക് ടൈം എടുക്കണില്ലേ? നിങ്ങൾക്ക് എഫേർട്ട് ഇല്ലേ അതില്? അത് കൂടാതെ എക്സ്പെൻസീവ് അല്ലേ? എക്സ്പെൻസീവ് ആണ്.
ഓക്കെ, ഇങ്ങനെ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് അവിടെ ലീക്ക് ആവുണ്ടല്ലോ അല്ലേ? ക്യാഷ് ഫ്ലോ ഇമ്പോർട്ടൻ്റ് ഉള്ള ബിസിനസ് ഒരുപാട് ക്യാഷ് അതെ ലീക്ക് ആവുന്നുണ്ട്. കാരണം ഈ ജനങ്ങൾ വന്നിട്ട് പോണ കാരണം ആ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മാനേജ്മെന്റ് അതെ ടീമിനൊപ്പം നിങ്ങൾ ഇരുന്നോ? മാനേജ്മെന്റ് ടീമിന് കൂടി ഇരിക്കാറുണ്ട്. ഓക്കെ, ഇരുന്നിട്ട് എന്താണ് കണ്ടെത്തിയത്? നിങ്ങൾ വൈ പീപ്പിൾ ആർ ലിവിംഗ് എന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? അത് നിങ്ങൾ പറഞ്ഞ് ബ്ലൂ കോളർ മാത്രമേ ഉള്ളൂ, വൈറ്റ് കോളറിന് ഈ പ്രശ്നമില്ലല്ലോ? അത് ഓവർ ഇഷ്യൂസ് ഇല്ല. ഓക്കെ, വൈറ്റ് കോളർ എത്ര പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ആർ ലിവിങ്? എത്ര പെർസെൻറ്റേജ് കമ്പനി വിട്ടു പോണത്? മറ്റേ പിന്നെ റിട്ടൻഷൻ 20 ഉണ്ട്, 30 അവർ അങ്ങനെ ആ പോവാറില്ല. ഓക്കെ, അത് അവർ പോരല്ല. എന്തെങ്കിലും അവരുടേതായ ഇഷ്യൂസ് മാത്രം വരുമ്പോഴാണ് പോവാറുള്ളൂ. ഓക്കെ ഫാമിലി ഇഷ്യൂസ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഓക്കെ, അത് ജെന്യൂൻ ഇഷ്യൂസ് ആണ്, ജെന്യൂൻ ഇഷ്യൂസ് ആണ്. ഇഷ്യൂസ്. അതെ, അപ്പോൾ നമ്മൾ ഈ ബ്ലൂ കോളർ ജോബ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്കാണോ റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കീഴിൽ വേറെ മാനേജേഴ്സിനാണോ റിപ്പോർട്ട് ചെയ്യുന്നത്? അല്ല, ഡയറക്റ്റ് ആണ് റിപ്പോർട്ടിങ്. ഡയറക്റ്റ് റിപ്പോർട്ടിങ്. എന്തുകൊണ്ടാണ് നിങ്ങൾ വാട്ട് ഈസ് യുവർ പൊസിഷൻ? നിങ്ങൾ CEO ആണോ, ചെയർമാൻ ആണോ, ഫൗണ്ടർ? വാട്ട് ഇസ് ഇറ്റ്? ഞാൻ ഫൗണ്ടറാണ്. ഓക്കെ, നിങ്ങൾ എന്താണ് പൊസിഷൻ? എന്താ ഫൗണ്ടർ അല്ലാത്ത പൊസിഷൻ അവിടെ എന്താ? നിങ്ങൾ ഡെയിലി അവിടെ ഓഫീസിൽ പോകാറുണ്ടോ? എന്താണ് നിങ്ങൾ ചെയ്യാറ്? ഉണ്ട് ഉണ്ട് ഉണ്ട്, ഡെയിലി പോകുന്നു. ഡെയിലി പോകാറുണ്ട്. അപ്പോൾ യു ആർ വർക്കിംഗ് ഇൻ ദ ബിസിനസ്. നിങ്ങൾ ബിസിനസ് നിങ്ങൾ 10 ദിവസം നിങ്ങൾക്ക് സുഖമില്ലാതെ കിടന്ന് ഞാൻ ബിസിനസ് റൺ ചെയ്യും. റൺ ചെയ്യും. ഓക്കെ, റൺ ചെയ്യും. അപ്പോൾ റിപ്പോർട്ടിംഗ് അപ്പോൾ സിസ്റ്റം അപ്പോൾ 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 ഈ സ്റ്റാഫ് മെമ്പേഴ്സ് ആർക്കാ റിപ്പോർട്ട് ചെയ്യണത്? നിങ്ങൾ വീട്ടിലാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ടൂർ പോയി എന്ന് വിചാരിക്കുക, ആർക്കാ റിപ്പോർട്ട് ചെയ്യണത്? അത് അഡ്മിനാണ് അത് അവരെ HR റിപ്പോർട്ടിംഗ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരിക്കലും എത്ര മെമ്പേഴ്സ് ഉണ്ട് നിങ്ങളുടെ കമ്പനിയിൽ? 12 മെമ്പേഴ്സ്. 12 മെമ്പേഴ്സ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വേറെ നിങ്ങളുടെ കീഴിൽ നിങ്ങൾക്ക് ഡു യു ഹാവ് എ സെക്കൻഡ് ലെവൽ ലീഡർ എന്നാണ് ചോദിക്കുന്നത്, അതുണ്ടോ? അതിപ്പോ സൂപ്പർവൈസേഴ്സ് അല്ലത്. ഓക്കെ, സൂപ്പർവൈസേഴ്സ്. അവരായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഈ ബ്ലൂ കോളർ അവരായിട്ട് ഡീൽ ചെയ്യണ്ടോ, അല്ലെങ്കിൽ നിങ്ങളായിട്ടാണ് അവരാണ് ഡയറക്റ്റ്? ഡീൽ ചെയ്യുക. വർക്കൊക്കെ അപ്പോൾ അസൈൻ ചെയ്ത് കൊടുക്കുക അവരാണ്. അപ്പോൾ അതാ ഞാൻ ചോദിച്ചത്. നിങ്ങൾ തന്നെ എല്ലാം ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ, ബ്ലൂ കോളർ നിങ്ങൾ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലീഡർഷിപ്പ് അവിടെ നിന്ന് പോയി. ഓക്കെ, യു ഗോട്ട് മീ? നിങ്ങൾ തന്നെ വൈറ്റ് കോളറും ബ്ലൂ കോളറും നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഫോക്കസിങ് ടു ടേക്ക് ദ ബിസിനസ് ടു ദ നെക്സ്റ്റ് ലെവൽ. എന്ത് ബിസിനസ്സാണെന്ന് പറയണ്ട, നെക്സ്റ്റ് ലെവൽ പോവാം. ഇപ്പോൾ ഈ സൂപ്പർവൈസറിന്റെ എന്തെങ്കിലും കാരണത്താലാണോ ഇവർ പോണത്? അല്ല, അതല്ല, ഫീൽ ചെയ്തിട്ടില്ല. അത് ഫീൽ ചെയ്തിട്ടില്ല. വേറെ എന്താണ് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ? എന്താണ് നിങ്ങൾ കൊടുക്കേണ്ടത്? അവർക്ക് ഇൻസെന്റിവൈസ് ഉണ്ട്, അവർക്ക് ഓക്കെ റിവാർഡ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ മന്ത്ലി ആയാലും വീക്കിലി ആയാലും സ്പോട്ടിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിൽ അവർക്ക് ആ മോട്ടിവേഷൻ വരുന്നുണ്ടോ? അത് ഇൻസ്പയർഡ് വിത്ത് ദാറ്റ് വൺ, ഓർ അവർക്ക് ഓക്കെ കിട്ടി എന്നുള്ള രീതിയിലാണോ? വാട്ട് ഇസ് ഇറ്റ്? അത് രണ്ടാമത് പറഞ്ഞാണ്, എനിക്കുള്ള എന്താണോ അത് മതി. അഡീഷണൽ എഫേർട്ട് എടുക്കാൻ പലരും തയ്യാറല്ല. ഓക്കെ അതിന് ഞാൻ കൂടുതൽ താല്പര്യം, അതായത് നിങ്ങൾ അത് ചെയ്യണം എന്ന് പറയുന്നത് കൊണ്ടാണോ എന്നും കൂടി എനിക്കൊരു ഡൗട്ട്ഫുൾ ആണ്. ഓക്കെ, ഗ്രേറ്റ്. ഈ വരുന്ന ഈ ബ്ലൂ കോളർ ജോബ് ഒരു സ്പെസിഫിക് ജോബുള്ള അവർ ചെയ്യുന്നത് എന്തായിരിക്കും നിങ്ങൾക്കൊന്ന് പറയാമോ, വിരോധമില്ലെങ്കിൽ? ടെക്നിക്കൽ വർക്ക് ഇപ്പൊ നമ്മള് ഗാരേജ് വർക്ക് ആണ്. അപ്പൊ അവരുടേതായ വർക്ക്സ്, ഇപ്പൊ ഒരു സെക്ഷൻ ആണ് മെക്കാനിക് ആണെങ്കിൽ മെക്കാനിക്, ടെക്നിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ. എക്സലന്റ്. അപ്പോൾ നിങ്ങൾ അവരെ ഇന്റർവ്യൂ ചെയ്ത് എടുക്കുമ്പം അവരെ CV പ്രൊഡ്യൂസ് ചെയ്യണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ശരിക്കുള്ള CV നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ്, അല്ലെങ്കിൽ സ്വീകരിക്കുന്നതിനേക്കാൾ മുമ്പ്, വാട്ട് ഈസ് യുവർ പ്രൊസീജിയർ? എന്റെ പ്രൊസീജിയർ കഴിഞ്ഞാൽ ഞാൻ ആദ്യം നമ്മുടെ സ്ഥാപനത്തിന്റെ വിഷനും മറ്റു കാര്യങ്ങളും ഓൺ ബോർഡിങ് തന്നെ പറയും. ഒരു ആൾക്കൊരു റോളും 5 ഗോൾസ് ആയി സെറ്റ് ചെയ്ത് കൊടുക്കാറ്. അല്ല, അതിനേക്കാൾ മുമ്പ് വാട്ട് ഈസ് ദാറ്റ്? ഐ വിൽ കം ടു ദാറ്റ്. അതിനേക്കാൾ മുമ്പ് നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ഒരു സീറ്റ് വേക്കൻസി ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു സീറ്റ് whatever it is, ഒരു സീറ്റ് വേക്കൻസി എന്ന് വിചാരിക്കുക. ആ സീറ്റിൽ ഒരു വ്യക്തിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു വ്യക്തിനെ ആ സീറ്റിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, വാട്ട് ഇസ് ദാറ്റ് യു ഹാവ് ടു ഹാവ് വിത്ത് യു? നമ്മള് ആഡ് പ്രൊമോട്ട് ചെയ്യും, കൺസൾട്ടൻസിക്ക്. ഓക്കെ, അതിനേക്കാൾ മുമ്പ് ആഡ് കൊടുക്കണേക്കാൾ മുമ്പ് എന്ത് വേണം? SOPs സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർക്ക് ഇതില് വരുന്ന ആളുകൾ ഏത് രീതിയിൽ വർക്ക് ചെയ്യണം. ഓക്കെ, SOP സെറ്റ് ചെയ്യാൻ മുമ്പ് എന്ത് വേണം? SOPന്റെ ഒരു ഭാഗമാണ് ഞാൻ ചോദിക്കുന്നത്, SOPന്റെ ഒരു ഭാഗം കൂടിയാണിത്. What is that? Do you have a job qualification ഒക്കെ ഇതിന്റെ ഒരു ഭാഗം? Do you have a job description for them? ഉണ്ട്. Okay, well defined ആണോ അത്? ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ഏരിയസും കവർ ആവുന്നുണ്ട്. ഓക്കെ, അതിൽ നിങ്ങൾ അവരെ റെഫറൻസ് ചോദിക്കണ്ടോ? അവർ ആദ്യത്തെ കമ്പനി ഏത് കമ്പനി വർക്ക് ചെയ്യുന്നുള്ള ആ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കണ്ടോ?
ഉണ്ട്. ഓക്കെ കമ്പനി ബേസ്ഡ് ആയിരിക്കില്ല, ഇപ്പൊ ലോക്കലൈസ്ഡ് ഗാരേജിനൊക്കെ ആയിരിക്കും പലരും വരുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ എന്തായാലും ഫൈൻ നമ്മൾ റെഫറൻസ് എടുക്കും. അബ്സൊല്യൂട്ട്ലി. അത് എത്ര വർഷം എന്നുള്ള അങ്ങനെയൊക്കെ നോക്കിയിട്ടാണോ എടുക്കല്? വാട്ട് ഇസ് യുവർ അതെ ക്രൈറ്റീരിയ? അതെ ആ ക്രൈറ്റീരിയ അതെ അതെ നോക്കിയിട്ടാണോ എടുക്കുന്നത്? അതെ. ഓക്കെ, ആ ക്രൈറ്റീരിയ ഒക്കെ നോക്കിയിട്ടാണ് എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ഫിൽട്ടർ ചെയ്തിട്ടുണ്ടല്ലോ. ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഓക്കെ അപ്പൊ അവിടെ ഫിൽട്ടർ. എനിക്ക് ചലഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ അവര് വരുന്നത് ഒരു സിസ്റ്റമാറ്റിക്കോ അല്ലെങ്കിൽ രാവിലെ ഒരു 9 o'clock വരുന്നു, 6 o'clock പോകുന്നു, അതിന്റെ ഇടയിൽ അവർക്കൊരു റിപ്പോർട്ടിങ്ങോ അല്ലെങ്കിൽ മറ്റു കാര്യമൊന്നുമില്ല. ചെയ്യുന്ന വർക്ക് ചിലപ്പോ വേജസ് വീക്കിലി മേടിക്കുന്നവരായിരിക്കും, മന്ത്ലി മേടിക്കുന്നവരായിരിക്കും. ഇവിടെ വന്നിട്ട് സാലറിയുടെ താല്പര്യം ഉണ്ടായിരിക്കും, നമ്മുടെ സ്ഥാപനത്തിന്റെ താല്പര്യം ഉണ്ടായിരിക്കും. പക്ഷെ വന്നു നിന്നിട്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനൊരു അക്സെപ്റ്റൻസ് ഇത്രയും ഒരു ബ്ലൂ കോളർ ആളുകളിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പൊ അവര് നമ്മുടെ ഈ ഒരു ഇപ്പോ കേരളത്തിലുള്ള ഒരു കൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ളത് കൊണ്ടാണോ, അതല്ല നമ്മൾ അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ ആ ഏരിയക്ക് വെക്കണ്ട എന്നുള്ളതാണോ എന്നുള്ളതാണ് എന്റെ ഒരു കൺഫ്യൂസ്ഡ് പാർട്ട്. വി ആർ കമ്മിങ് ടു ദാറ്റ് പോയിന്റ്. ഒരു ഇംഗ്ലീഷിൽ ഒരു പാഞ്ചോലുണ്ട്, ഡോണ്ട് ടീച്ച് എൻ ഈഗിൾ don't take an eagle to a school of a duck എന്ന് പറയും. Don't take an eagle to a school of a duck and don't take a duck to the school of an eagle. ഇപ്പോൾ എനിക്ക് നിങ്ങളായിട്ടുള്ള ഈ ഒരു കൺവെർസേഷൻ മനസ്സിലായെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾ ഓർഗനൈസേഷൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്, അത് ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾ SOPൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ വരുന്ന XYZ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലൂ കോളർ ജോബ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അവർ വർക്ക് ചെയ്യുന്ന കമ്പനീൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ല. സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരു വ്യക്തി ഡിസിപ്ലിൻ ആയിട്ടുള്ള ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ വരുമ്പം അവർക്ക് ശ്വാസം മുട്ടും. They would find it very hard and difficult to work under you. Is that right? അല്ലേ? അപ്പം അത് സാധാരണ ആ കൊഴിച്ചിൽ ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് നോർമൽ. കാരണം അവിടെ നിൽക്കുന്ന വ്യക്തികളുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു 20% ആൾക്കാർ പോകേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ 80% അവിടെ നിൽക്കണ്ടല്ലോ. ആ 80% നിങ്ങൾ കോർ ആയിട്ടുള്ള നല്ല വ്യക്തികളാണ്. യു ഗെറ്റിംഗ് മീ? അപ്പോൾ ഇത് നിങ്ങൾ ഈ ഫിൽട്ടർ ചെയ്യുമ്പം ഈ നമ്മൾ പ്രൊബേഷൻ പീരീഡ് ഉണ്ടല്ലോ, എത്ര പ്രൊബേഷൻ പീരീഡോ? 3 months 6 months? 3 months. ആ 3 monthsന്റെ ഉള്ളിൽ ആരൊക്കെയാണോ കൊഴിഞ്ഞു പോണോ പോയിക്കോട്ടെ, നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. നല്ലതെന്ന് ഞാൻ പറഞ്ഞു, അത് പോയിക്കോട്ടെ. കാരണം അവർക്ക് നിങ്ങളെ ലോങ് റണ്ണിൽ അവർക്ക് നിങ്ങളായിട്ട് കൊലാബ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഉള്ള 80% അന്ന് നിങ്ങൾ 20 or 30% പോയിക്കോട്ടെ. എനിക്കറിയാം അത് അവിടെ കുറെ എക്സ്പെൻസ് ഒക്കെ വരുന്നുണ്ട്, ക്യാഷ് ഫ്ലോനൊക്കെ ബുദ്ധിമുട്ട് വരും എന്നൊക്കെ എനിക്കറിയാം. എങ്കിൽ പോലും ദോസ് ഹു ആർ ദേർ വിത്ത് യു, മനസ്സിലാവുണ്ട്, അവർ കോറാണ്. നമുക്ക് അതാണ് വേണ്ടത്. സോ ഇതിൽ കൂടുതൽ യു ഡോണ്ട് ഹാവ് ടു ബ്രേക്ക് യുവർ ഹെഡ്. ഡോണ്ട് ബ്രേക്ക് യുവർ ഹെഡ്. ഇറ്റ്സ് ഓക്കെ ഹൂസ് നോട്ട് ഗുഡ് ഓർ ഹൂസ് നോട്ട് ഫിറ്റ് ഫോർ യുവർ കൾച്ചർ. ഇവിടെ തന്നെ ഓർഗനൈസേഷൻ കൾച്ചർ നിങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ? നിങ്ങൾ ഒരു ഓർഗനൈസേഷൻ കൾച്ചർ ഉണ്ടാക്കണം. അപ്പം എനിക്ക് ക്യാഷും മാത്രമല്ല, എനിക്ക് ഈ ടൈം കൂടുതൽ ഇതിനു വേണ്ടിയിട്ട് വീണ്ടും ഒരാളെ കണ്ടെത്താനും അവർക്ക് വീണ്ടും ഞാൻ ഓൾറെഡി അവർക്ക് ട്രെയിനിങ്സ് ഒക്കെ ഒരു വീഡിയോ റെക്കോർഡിംഗ് ആക്കിയിട്ട് കൊടുത്തിരിക്കും. അപ്പൊ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാനത് അവർക്ക് അയച്ചു കൊടുത്ത് അത് മനസ്സിലാക്കി എടുക്കാനേ പറയും. വീണ്ടും ഓരോരുത്തരെ ഇരുത്തി ഞാൻ പഠിപ്പിക്കാൻ ഇരിക്കാറില്ല. അത് നല്ലതാണ്. കാരണം ലിവറേജ്, നിങ്ങളുടെ ടൈം ലിവറേജ് അവിടെ. വീണ്ടും ഞാൻ ഒരു വർക്ക് പിന്നീട് വരുന്ന വർക്കിലോട് വരുമ്പോൾ നമുക്ക് ആളുകളില്ലാത്ത ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മൾ അതിന് നമ്മുടെ മറ്റുള്ള വിഷനുമായി ബന്ധപ്പെട്ട് ഗോൾസുമായി റിലേറ്റ് ചെയ്യാൻ പറ്റാതെ ഇതിൽ കിടന്ന് ഇങ്ങനെ അവിടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ കുറച്ച് മാറണമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. അത് ഒരു ലീഡർഷിപ്പ് എന്ന രീതിയിൽ, ലീഡർ എന്ന രീതിയിൽ എവിടെയാണ് ചേഞ്ച് വരുന്നത് മനസ്സിലാവില്ല. ഈ ഇങ്ങനെ വരെ റിപ്പോർട്ടിംഗ് ഒഴിവാക്കുകയാണോ വേണ്ടത്? ഞാൻ എന്നിൽ നിങ്ങൾക്ക് തോന്നുന്നു റിപ്പോർട്ടിംഗ് ഒഴിവാക്കണം എന്നുള്ള. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നു വിചാരിച്ചോളൂ. മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോഴാണ് നിങ്ങൾ ഈ ഒരു സ്റ്റാഫ് മെമ്പറിന്റെ ടെലിഫോൺ കോൾ വരുന്നത്. നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത്. യു ആർ വിത്ത് മീ? അപ്പോൾ ദാറ്റ് മീൻസ് നിങ്ങൾ അവർക്ക് ആ ഫ്രീഡം കൊടുത്തിട്ടില്ല, ഡിസിഷൻ മേക്കിംഗ് പവർ കൊടുത്തിട്ടില്ല. റൈറ്റ്? അല്ലെങ്കിൽ ഡെലിഗേറ്റ് സൂപ്പർവൈസേഴ്സിന് കൊടുത്തിട്ടുണ്ട്. ഈ ഞാൻ പറഞ്ഞ ഈ ടെക്നിക്കൽ ആളുകളുടെ റിപ്പോർട്ടിംഗിലാണ് അവർ നിങ്ങളെ ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നു ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം അവിടെ പോയി എന്നുള്ളത്. അത് പോകുന്നുണ്ട് ഇപ്പോൾ? പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ല അത് ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്ന് വെച്ചാൽ അവർ റിപ്പോർട്ട് ചെയ്യുന്ന വേറെ സൂപ്പർവൈസറോ മാനേജറോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവണം, അവരായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Do you agree that അത് ഒരുപാട് ടൈം സേവ് ചെയ്യും, നിങ്ങൾ എഫേർട്ട് സേവ് ചെയ്യും, നിങ്ങൾ മണി സേവ് ചെയ്യും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ, സോ ആ ഡിസിഷൻ എടുക്കാൻ പറ്റും നിങ്ങൾക്ക്?
തീർച്ചയായിട്ടും. That was zero. That was the zero reporting to you. It has to be 100% reporting to your senior manager and so forth. നിങ്ങൾക്ക് ഒരു ഇത് വെക്കാം, STOP എന്നാ പറയില്ല. STOP മീൻസ് സ്ട്രാറ്റജിക് മീറ്റിംഗ്, ടാറ്റിക് മീറ്റിംഗ്സ്, ഓപ്പറേഷൻ മീറ്റിംഗ് ആൻഡ് പെർഫോമൻസ് മീറ്റിംഗ്. നിങ്ങൾക്ക് വൺസ് ഇൻ എ വൈൽ നിങ്ങൾക്കൊരു മീറ്റിംഗ് വെക്കാം, ദാറ്റ്സ് ഓക്കെ. അല്ലാതെ മീറ്റിംഗ് മാത്രം, ബട്ട് ദ റിപ്പോർട്ടിംഗ് മസ്റ്റ് ബി 100% നിങ്ങൾ അത് കൊടുത്തിരിക്കണം അവർക്ക്. യു ഷുഡ് നോട്ട് ബി ടേക്കിംഗ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അത്, ബട്ട് ഡോണ്ട് യു തിങ്ക് ദറ്റ് അവർ എടുക്കണം എന്നുള്ളത്? മനസ്സിലായി. ഓക്കെ, ദാറ്റ്സ് നമ്പർ 1. അവിടെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് ടൈമും ഇതൊക്കെ സേവ് ചെയ്യാൻ പറ്റും. നമ്പർ 2, നിങ്ങൾക്ക് അറിയാം ഇത് ഇങ്ങനെ ഈ ഒരു കൊഴിഞ്ഞു പോക്ക്. ഓക്കെ, ലെറ്റ്സ് ടോക്ക് ഇറ്റ് ഇൻ ദാറ്റ് വേ. ഈ കൊഴിഞ്ഞു പോക്ക് ഉണ്ടാവും, കാരണം അത് നല്ലതാണ്. ഫിൽട്ടർ ചെയ്തിട്ട് നല്ല കാൻഡിഡേറ്റ്സ്, അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന കാൻഡിഡേറ്റ്സിൻ്റെ ഫിൽറ്ററിങ് ഉണ്ടാവുന്നില്ല. അപ്പം എല്ലാ മാസം നിങ്ങൾക്കൊരു പൂൾ ഉണ്ടാക്കിക്കൂടെ? ഐ എം ആസ്കിങ് യു, നിങ്ങൾക്കൊരു പൂൾ ഉണ്ടാക്കാൻ പറ്റുമോ? പൂൾ മീൻസ് എംപ്ലോയി പൂൾ. അത് ഉണ്ടാക്കിക്കൂടെ? അതായത് പുതിയ ഒരു ന്യൂ കാൻഡിഡേറ്റ്സിനൊക്കെ ആ പൂളിൽ അവരുടെ CV ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു പൂൾ നിങ്ങൾക്ക് ഓൺ എ മന്ത്ലി ബേസ് നിങ്ങൾക്ക് ചെയ്തൂടെ? ഹയറിങ്ങിന് വേണ്ടിയിട്ട്. യെസ്, കറക്റ്റ്. അത് ചെയ്യാൻ പറ്റുമോ? എനിക്കറിയില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ. സോ അത് ഓൺ എ കൺസിസ്റ്റന്റ് ബേസിസ് ആയി നിങ്ങൾ ചെയ്യാൻ പറ്റും. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു വേക്കൻസി വരാൻ ചാൻസ് ഉണ്ട്, ഇത്ര ഡ്രോപ്പ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് ക്യാൻ യു കീപ് ഓൺ ഹാവിംഗ് ദിസ് സിസ്റ്റം ഇൻ പ്ലേസ്? ഡാറ്റ കീപ്പ് ചെയ്യാൻ. ഡാറ്റ കീപ്പ് ചെയ്യാൻ നമ്മൾ എംപ്ലോയി പൂൾ എന്നാ പറയുന്നത്. ക്യാൻ യു ഡു ദാറ്റ്? ഈ 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഈ 2 കാര്യം ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഓൺ ദ ട്രാക്ക്. നമ്പർ 2, ഓരോ വ്യക്തിയും നിങ്ങളുടെ ഓർഗനൈസേഷൻ പിരിഞ്ഞു പോകുമ്പോൾ സെലിബ്രേറ്റ് ദാറ്റ്. Why? Because now you're filtering, you're getting the right people. ആ കൾച്ചർ, നിങ്ങളുടെ ഓർഗനൈസേഷൻ കൾച്ചറിനോട് ഒത്തുചേർന്ന് പോകാൻ പറ്റിയ ആൾക്കാർ മാത്രം മറ്റൊരു പോകുന്നുള്ള സന്തോഷം നിങ്ങളുണ്ടായിരിക്കണം. ലെറ്റ് ഹിം ഗോ. അല്ല, ആദരവോടുകൂടി വേണം വിടാൻ കേട്ടോ. അവർ ഇത് ചെയ്ത് live them the best way. കാരണം അവർ നന്നാവട്ടെ, അതേസമയം നിങ്ങൾ നന്നാവും ചെയ്യും. ക്യാൻ യു ഡു ദിസ് തിങ്സ്? ഞാനത് ഇന്റർവ്യൂ സമയത്ത് പറയാറുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ പോപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ലീവ്, നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റിമൂവ് ചെയ്ത് പോകാൻ തന്നെ നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്. അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക്. അപ്പൊ ഇതൊരു ഇഷ്യൂ ആയിട്ട് കാണണ്ട നിങ്ങൾ. ഇതൊരു ഇഷ്യൂ ആയിട്ട് കാണണ്ട. ഇത് നല്ല നിങ്ങൾ എനിക്ക് വെൻ ഐ സ്റ്റാർട്ടഡ് ഹാവിങ് ദിസ് കൺവെർസേഷൻ വിത്ത് യു, എനിക്ക് മനസ്സിലായി നിങ്ങൾ കുറച്ചും കൂടെ ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു കൾച്ചർ ബിൽഡപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ നിങ്ങളുടെ. സോ കീപ് അപ്പ് വിത്ത് ദാറ്റ് കൾച്ചർ. അതിൽ മാച്ച് ചെയ്യുന്ന ആൾക്കാർ മാത്രം വന്നാൽ മതി. സോ ബി ഹാപ്പി വിത്ത് ദാറ്റ്. Happy? Oh, happy. All right. Let's move on to the next caller, please.